എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായും AC-യുടെയൊക്കെ സ്റ്റാർ റേറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ 3 സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പല ആളുകളും ചോദിച്ചൊരു സംശയമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതേപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ 1 ടണ്ണ് അല്ലെങ്കിൽ 1.5 ടണ്ണൊക്കെ ഉള്ള AC നമ്മളിപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര യൂണിറ്റ് കറണ്ടാണ് അത് ഉപയോഗിക്കുക? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ചൂട് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇപ്പോൾ മഴയുടെ ഒന്നും ഒരു ലക്ഷണവും കാണാനില്ല. അപ്പോൾ എല്ലാ ആളുകളും AC-യും ഫാനൊക്കെ ഉപയോഗിക്കുകയാണ്. ചില ആളുകൾ ഇപ്പോഴും AC വാങ്ങാൻ പോകുന്നുണ്ട്. അതേസമയം നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് KSEBയുടെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ പലപ്പോഴും രാത്രി സമയങ്ങളിലോ കറണ്ട് തടസ്സപ്പെടുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം 1 മണിക്കൂറൊക്കെയാണ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഈ അവസ്ഥയിൽ ജീവിക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് 3 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിങ്ങിനെ കുറിച്ചാണ്. കുറേ ആളുകൾ ചോദിച്ചൊരു സംശയമാണ്, എന്താണ് ഈ 3 സ്റ്റാർ, എന്താണ് ഈ 5 സ്റ്റാർ, ഇതിൽ ഏതാണ് നല്ലത്? 5 സ്റ്റാർ ആണെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണോ, 3 സ്റ്റാർ ആണെങ്കിൽ മോശമാണോ? ഇങ്ങനെ കുറേ സംശയങ്ങൾ. ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന ഒരു ഘടകമല്ല. അതായത് സ്റ്റാർ റേറ്റിംഗ് കൂടുതലുള്ള ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചതാണ് എന്ന അർത്ഥത്തിലല്ല. അതേസമയം അതിൻ്റെ എനർജി എഫിഷ്യൻസി, അതിൻ്റെ കറണ്ടിൻ്റെ ഉപയോഗം, പെർഫോമൻസ്, ഇതൊക്കെ നോക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. അതായത് ഉപകരണങ്ങളുടെ കാര്യക്ഷമത സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിൽ രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് എങ്ങനെയാണ് ഈ സ്റ്റാർ റേറ്റിംഗ് തീരുമാനിക്കുന്നത്? പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് അവിടെ നോക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു AC ഒക്കെ ആണെങ്കിൽ ആ AC-യുടെ കൂളിംഗ് കപ്പാസിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം അതിൻ്റെ പവറുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എന്താണ് ഈ കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ AC-ക്ക് എത്രത്തോളം കൂളിംഗ് ചെയ്യാനുള്ള കഴിവുണ്ട്, എബിലിറ്റി ഉണ്ട്, അതാണ് ശരിക്കും കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പവറാണ്. അതായത് നമ്മളൊരു AC-യിലേക്ക് ഒരു നിശ്ചിത പവർ കൊടുക്കുമ്പോൾ ആ പവറിനെ എത്രത്തോളം അതിനെ തണുപ്പിക്കാൻ കഴിയുന്നത്, കൂളാക്കി മാറ്റാൻ കഴിയുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെയും കൂടി നോക്കിയിട്ടാണ് ശരിക്കും ഈ സ്റ്റാർ റേറ്റിംഗ് തീരുമാനിക്കുന്നത്. ഇതിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് ഒരു നിശ്ചിത പവർ കൊടുക്കുമ്പോൾ എത്രത്തോളം കൂളിംഗ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് ശരിക്കും EER എന്നാണ് പറയുക. അതായത് എനർജി എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വരുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചൂട് ഒരു 35 ഡിഗ്രിയാണ് വിചാരിക്കുക. നമ്മൾ AC 20 ഡിഗ്രിയാണ് പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഒരു 15 ഡിഗ്രിയോളം നമ്മുടെ AC ചൂടിനെ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഈ BEയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് മാറ്റം വരാം. അപ്പോൾ സാധാരണ ഇവിടെ പരിഗണിക്കുന്നത് ഒരു 6 അല്ലെങ്കിൽ 7 ഡിഗ്രിയൊക്കെ വേരിയേഷനിൽ നമ്മൾ തണുപ്പിക്കുക. ഇപ്പോൾ 35 ഡിഗ്രിയാണ് നമ്മുടെ താപനില എങ്കിൽ നമ്മുടെ AC നമ്മൾ ഒരു 28-ലോ 29-ലോ ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു 6 ഡിഗ്രി അല്ലെങ്കിൽ 7 ഡിഗ്രി ഒക്കെയാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് കൂൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ടെമ്പറേച്ചർ താഴ്ത്തേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ എനർജി എഫിഷ്യൻസിയോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പം നമ്മൾ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ശരിക്കും പറയുന്നത് ISEER എന്ന് പറയും. അതായത് ഇന്ത്യൻ സീസണൽ എനർജി എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയും. അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിലൊക്കെ ഏകദേശം 54ഓളം സ്ഥലങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ ഒരു വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരു ചൂടാവില്ല തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത്, പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വരിക. അപ്പോൾ നമ്മൾ AC ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ 24 ഡിഗ്രിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നതെങ്കിലും അവിടെ ആ നാട്ടിൽ താപനിലയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ശരിക്കും ISEER എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലായിട്ടും ഈ ISEER റേറ്റിംഗ് ആണ് കാണുക. ഇപ്പോൾ നമ്മൾ AC ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ റേറ്റിങ്ങിൻ്റെ സ്റ്റിക്കർ ഉണ്ടാവും. അവിടെ കാണുക ISEER എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർ റേറ്റിങ്ങിനെ തീരുമാനിക്കുക. ഇത് ഓരോ വർഷവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നതാണ്. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് മാറുന്നതിനനുസരിച്ചിട്ട് ഓരോ
ഓരോ വർഷവും അത് മാറും. അപ്പോൾ എ സിയുടെ മുകളിൽ കൃത്യമായിട്ട് കാണാം 1 വർഷത്തേക്കാണ് ഈ ഒരു വാല്യൂ പറയുക. നോർമലി നമ്മളിപ്പോൾ 3 സ്റ്റാറും 5 സ്റ്റാറും എ സി ഒക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു 3 സ്റ്റാർ എ സി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ISEER റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 3.5 മുതൽ 3.99 വരെയാണ്. അപ്പോൾ ആ എ സിയുടെ മുകളിൽ കാണാൻ ISEER റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ 3.5നും 3.99നും ഇടയ്ക്കുള്ളൊരു വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം അത് 3 സ്റ്റാർ ആണെന്ന്. അതേസമയം ഒരു 4.5നേക്കാളും മുകളിലാണെങ്കിൽ അത്തരം ഉപകരണങ്ങൾ നമ്മൾ 5 സ്റ്റാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുത്തുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ റേറ്റിംഗ് നോക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഈ സ്റ്റാർ റേറ്റിംഗ് കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കറണ്ടിൻ്റെ ഉപയോഗത്തിൽ കുറവ് വരും എന്നുള്ളതാണ്. 3 സ്റ്റാറുള്ള ഒരു എ സിയുടെ അത്ര കറണ്ട് എന്ത് ചെയ്യില്ല ഒരു 5 സ്റ്റാർ എ സി ഉപയോഗിക്കില്ല. അപ്പോൾ ഏതാണ് മികച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും 5 സ്റ്റാർ എ സി ആണ് എന്നുള്ളത്. അതിൽ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ വാങ്ങുന്ന എ സി ഒരു 3 മണിക്കൂറൊക്കെ 2-3 മാസമൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളൂവെങ്കിൽ അവിടെ നമ്മൾ 5 സ്റ്റാർ വാങ്ങണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏറ്റവും എഫിഷ്യൻസി കൂടിയിട്ടുള്ള എ സി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അത് 5 സ്റ്റാർ തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 3 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ എ സികൾ ഉപയോഗിക്കുമ്പോൾ കറണ്ടിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ്. പല ആളുകളും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ഇപ്പോൾ 1 ടണ്ണിൻ്റെ ഒരു എ സി അത് 3 സ്റ്റാർ ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്ര യൂണിറ്റ് കറണ്ട് എടുക്കും, അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ എ സി 1 ടണ്ണിൻ്റെ എത്ര കറണ്ട് എടുക്കും. ഒരു വാല്യൂ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എ സിയുടെ കപ്പാസിറ്റിയും റൂമിൻ്റെ വലുപ്പവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ റൂം അപ്സ്റ്റെയർ ആണോ ഗ്രൗണ്ട് ഫ്ലോർ ആണോ, ഇനി റൂമിൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് എത്ര ആളുകൾ കിടക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡോർ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നുണ്ടോ, ഡോറിൻ്റെ അടിയിൽ കൂടെ അല്ലെങ്കിൽ എയർ ഹോളിൽ കൂടെയൊക്കെ തണുപ്പ് പുറത്തേക്ക് പോകുന്നുണ്ടോ, ഇതൊക്കെ എന്താണ് ഈ കറണ്ടിനെ അല്ലെങ്കിൽ എ സിയുടെ വർക്കിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളൊരു വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അതേ വാല്യൂ ആയിരിക്കണമെന്നില്ല. ഏകദേശം നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. 1 ടൺ എ സി 3 സ്റ്റാർ ഒരു 6 മണിക്കൂർ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 3 യൂണിറ്റ് കറണ്ടാണ് വേണ്ടി വരിക. അതേസമയം 1 ടൺ എ സി തന്നെ 5 സ്റ്റാർ ആണെങ്കിൽ ഒരു 6 മണിക്കൂർ പ്രവർത്തിക്കാൻ ശരാശരി ഒരു 2.5 യൂണിറ്റാണ് വരിക. ഇനി 1.5 ടണ്ണിൻ്റെ എ സി അത് 3 സ്റ്റാർ ആണെങ്കിൽ ഒരു 4 മുതൽ 5 യൂണിറ്റ് വരെയൊക്കെ കറണ്ട് വന്നേക്കാം. അതേസമയം 1.5 ടണ്ണിൻ്റെ 5 സ്റ്റാർ എ സി ആണെങ്കിൽ ഒരു 6 മണിക്കൂർ നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഒരു 3.25 മുതൽ 4.25 വരെ നമ്മൾ ദിവസേന 6 മണിക്കൂർ വൈകുന്നേര സമയങ്ങളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ വരും. അത് ഈ പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ റൂമിൻ്റെ വലുപ്പവും അതേപോലെ തന്നെ എത്ര ഡിഗ്രിയിലാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് പുറമേയുള്ള ചൂട് എത്രയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വാല്യൂ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഓരോ സമയത്തും കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2 മണിക്കൂർ എ സി പ്രവർത്തിപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഫാൻ ഇട്ട് കിടന്നാൽ വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 മണിക്കൂർ നമ്മൾ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 18 ഡിഗ്രിയോ 20 ഡിഗ്രിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല കൂളിംഗ് ആക്കിയിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ എ സി ഓഫാക്കിയിട്ട് ഫാൻ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സാധാരണ ഈ ഫാൻ ചെയ്യുന്ന കാര്യം എന്താണ്, നമ്മുടെ സീലിങ്ങിൽ അതായത് മുകൾ ഭാഗത്തുള്ള ചൂടിനെ സർക്കുലേറ്റ് ചെയ്യാണ്. അതേസമയം എ സി ചെയ്യുന്ന കാര്യം എന്താണ്, എ സി നമ്മുടെ റൂമിലുള്ള ചൂടുള്ള വായുവിനെ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് തണുപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. രണ്ടും മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ എ സി ഇട്ടിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് എ സി ഓഫായി കഴിഞ്ഞാൽ ആ ഒരു കൂളിങ് നമ്മൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയാണ് ചെയ്യുക. അതേപോലെ തന്നെ എ സി ഇട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഫാൻ ഇട്ട് കടന്നു കഴിഞ്ഞാൽ കുറേ ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. ഉദാഹരണമായിട്ട് ജലദോഷം, കഫക്കെട്ട്, തുമ്മൽ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. 2 മണിക്കൂർ എ സി നല്ല കൂളിങ്ങിൽ ഇട്ടിട്ട് തണുപ്പിച്ചതിന് ശേഷം എ സി ഓഫാക്കിയിട്ട് പിന്നെ ഇട്ട് കിടക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു 28 ഡിഗ്രിയോ 27 ഡിഗ്രിയോ ഒക്കെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് എ സി ഫുൾ ടൈം പ്രവർത്തിപ്പിക്കാവും. അപ്പോഴും നേരത്തെ നമ്മൾ 2 മണിക്കൂർ നല്ല കൂളിങ്ങിൽ വെച്ച അത്രയും കറണ്ട് ചിലപ്പോൾ ആവശ്യമായിട്ട് വരില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.